തമിഴ്നാട് സിനിമാ മേഖലയിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു തേരോട്ടത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. രാധിക ശരത് കുമാർ പ്രധാന വേഷത്തിലെത്തിയ തായ്ക്കിഴവി എന്ന സിനിമ ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത തുക എന്ന് പറയുന്നത് 50 കോടി രൂപയാണ്. ഒരുപക്ഷെ വളരെ ഞെട്ടലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം രാധിക ശരത് കുമാറിനെ പോലൊരു താരത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കഥയും കഥാപശ്ചാത്തലവും കണ്ടന്റും മാത്രം ചേർത്ത് വെച്ചുകൊണ്ടാണ് തായ്ക്കിഴവി എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഗംഭീരമായ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശിവകാർത്തികേയൻ പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ സിനിമയുടെ റിലീസിന് മുമ്പേ ശിവകാർത്തികേയന് നന്നായിട്ട് ഇതെങ്ങനെ തിയേറ്ററിൽ പിച്ച് ചെയ്യണമെന്നറിയാം. അതുകൊണ്ട് തന്നെ ശിവകാർത്തികേയൻ ഇത് ഗംഭീരമായിട്ട് തന്നെ പ്രൊമോഷൻ പരിപാടികളും ആക്ടിവിറ്റീസും ഒക്കെ നടത്തി. നടൻ സൂര്യ, ജ്യോതിക ഒക്കെ പങ്കെടുത്തു. ഇതിൻ്റെ പ്രീമിയർ ഷോസ് വളരെയധികം ഹിറ്റായി. പ്രീമിയറിൽ നിന്ന് കേട്ട ആ ഒരു വേർഡ് ഓഫ് മൗത്ത് സിനിമകളിലെ ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന അസറ്റായി മാറി. അങ്ങനെ തിയേറ്ററുകളിലേക്ക് വന്ന ആളുകളെ നിരാശപ്പെടുത്താതെ ഹ്യൂമർ ടൈമിങ്സ് എല്ലാം കൊണ്ടും കണ്ടന്റ് ഇസ് ദ കിങ് എന്ന് വിളിച്ചോതുന്ന രീതിയിലായിരുന്നു തായ്ക്കിഴവിയുടെ മുന്നോട്ടുള്ള പ്രകടനം. ഫെബ്രുവരി 27 ചിത്രം റിലീസ് എത്തിയത്. ഇന്ന് മാർച്ച് 11. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 50 കോടിയോളം രൂപ ചിത്രം കളക്ട് ചെയ്തു എന്നത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിവകുമാർ മുരുകേശനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധാനം. ഇതേ ശിവകാർത്തികേയനെ നായകനാക്കിക്കൊണ്ട് ഈ ശിവകുമാർ മുരുകേശൻ സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രമാണ് സെയോൺ. സെയോണ് കമൽഹാസനും ആർ മഹേന്ദ്രനും ചേർന്നാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സൊക്കെ പുറത്തു വന്നിരുന്നു. സെയോണിന് മേൽ ഒരുപാട് പ്രതീക്ഷകൾ ആരാധകർക്കുണ്ട്. ശിവകാർത്തികേയൻ ഫാൻസിന് സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് തായ്ക്കിഴവിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേറെ ആരുമല്ല, രാധിക ശരത് കുമാറാണ്. പിന്നീട് കുറച്ച് താരങ്ങൾ മാത്രമാണുള്ളത്. അവരെല്ലാവരും തന്നെ ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തമിഴ് സിനിമയിലൊക്കെ തന്നെ കോമഡി ആക്ടേഴ്സ്, സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഒക്കെ മാത്രമാണ്. അല്ലാതെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സൂപ്പർ സ്റ്റാർ മോഡൽ മെറ്റീരിയൽ ഒന്നും തായ്ക്കിഴവി എന്ന സിനിമയ്ക്ക് ഇല്ല. പിന്നെ എങ്ങനെ തായ്ക്കിഴവിക്ക് ഇത്രയും വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റി? പോയിന്റ് നമ്പർ 1, ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ തിയേറ്ററുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു പീരീഡാണ്. പുതിയ സിനിമകൾ വരാനോ പുതിയ നിർമ്മാതാക്കൾ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാവാറോ ഇല്ല. കാരണം ഈ പരീക്ഷാ സമയമൊക്കെ നടക്കുന്നത് മാർച്ച് ആയതുകൊണ്ടും ഫെബ്രുവരിയുടെ സെക്കൻഡ് വീക്ക് കഴിഞ്ഞ് തിയേറ്ററുകളിലേക്ക് സിനിമകൾ വരാനുള്ള ഭയങ്കരമായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. എക്സാം പ്രിപ്പറേഷൻസ്, ഫാമിലി പുറത്തേക്ക് ഇറങ്ങാറില്ല തുടങ്ങി നിരവധി സാധ്യതകൾ കണക്കെടുത്തുകൊണ്ടാണ് തിയേറ്ററുകാരുടെ ഏറ്റവും വലിയ ഡൗൺ ഫേസ് ആയിട്ട് അവർ തന്നെ വിലയിരുത്തുന്നത്. അവിടെയാണ് ധൈര്യപൂർവ്വം ശിവകാർത്തികേയൻ ഫെബ്രുവരി 27 തായ്ക്കിഴവി എന്ന സിനിമയുമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ താരം പോലും ഇല്ല. ഈ ജാനുവരി ഫെബ്രുവരി മാസത്തിൽ ജനനായകൻ മാറി നിർത്തിയതോടുകൂടി തന്നെ 2 പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒരു വലിയ ബിഗ് സ്റ്റാർ സിനിമകൾ തമിഴ്നാട്ടിന് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അവിടെ നിന്നുകൊണ്ട് തായ്ക്കിഴവി വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു ഉൾനാടൻ തമിഴാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അത് കിട്ടാൻ കുറച്ച് പാടുമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മലയാളികൾ പോയിട്ട് ഈ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് ഗ്രാസ്പിംഗ് പവർ കുറച്ച് കുറവാണ്. ഇപ്പോൾ എനിക്ക് കുറച്ചധികം സമയമെടുത്തു ഈ സിനിമയ്ക്ക് ഒന്ന് ഹോൾഡ് ആവാൻ, ലൈക്ക് ഒന്ന് അകത്ത് കയറാൻ വേണ്ടി. അതിൻ്റെ ഭാഷയായിട്ടുള്ള പ്രശ്നമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അവിടെ ഉള്ളവർക്ക് ഇത് വളരെ റൂട്ടഡാണ്. അവരുടെ ഗ്രാമമാണ്, അവരുടെ സ്ഥലമാണ്, അവരുടെ ആളുകളാണ്, അവരുടെ ഹ്യൂമറാണ് എന്നുള്ള ഈ അവർ എന്ന് പറയുന്നൊരു പോയിന്റ് അവർക്ക് വല്ലാണ്ട് അടിച്ചു. തിയേറ്ററുകളിൽ തമിഴ്നാട്ടിൽ ആളുകൾ ഇടിച്ചു കയറാൻ തുടങ്ങി. പബ്ലിക് റെസ്പോൺസും തിയേറ്റർ റെസ്പോൺസും ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് വരാൻ തുടങ്ങി. അതനുസരിച്ച് ഈ സിനിമയുടെ കളക്ഷൻ കയറി പോകാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഈ സിനിമയ്ക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു കളക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നിടത്താണ് ഇതിങ്ങനെ അങ്ങ് കയറി പോകുന്നത്. ശിവകാർത്തികേയൻ പ്രൊഡക്ഷൻസ് ഭയങ്കരമായിട്ട് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് തോന്നിപ്പോയി. എല്ലാ രീതിയിലും നല്ല കണ്ടന്റ് ഓറിയൻറ്റഡ്, കണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള സിനിമകൾ നിർമ്മിക്കാൻ ശിവകാർത്തികേയൻ പ്രൊഡക്ഷൻസ് മുന്നിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് തായ്ക്കിഴവി എന്ന സിനിമയുമായിട്ട് സംസാരിക്കേണ്ടത്. ഏകദേശം 10 ദിവസം കൊണ്ടാണ് 50 കോടി രൂപയുടെ കളക്ഷൻ കിട്ടിയത്. ഓപ്പണിങ്ങിൽ തായ്ക്കിഴവി ഏകദേശം 3 കോടി രൂപയ്ക്കടുത്ത് കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. രാധിക ശരത് കുമാറിനെ വല്ലാത്തൊരു മേക്ക് ഓവറിലാണ് ആ സിനിമയിൽ നിന്ന് കണ്ടത്. ഒരുപക്ഷെ അവരെ മുൻനിർത്തിക്കൊണ്ട് ഒരു ലീഡ് റോളിൽ കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കാൻ കഴിയും എന്നത് തെളിയിച്ചു തന്ന ഒരു സിനിമയും സംവിധായകനും കൂടിയാണ് തായ്ക്കിഴവി എന്ന സംവിധായകനും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ശിവകുമാർ മുരുകേശൻ. അദ്ദേഹത്തിന് അടുത്ത സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള ഹൈപ്പ് അതിനനുസരിച്ചുണ്ടാകും. കാരണം ശിവകാർത്തികേയനാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അവരുണ്ടാക്കിയ ആ ഒരു ബോണസ് അതിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട്. വല്ലാത്തൊരു മേക്ക് ഓവർ തന്നെയാണ് രാധിക ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. രാധികയ്ക്ക് ഇതിനകത്തുള്ള ഡയലോഗ്സൊക്കെ കുറവായിരിക്കും. കാരണം ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ ഒരു കിടപ്പ് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണേ, കഥയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നല്ല അത്യാവശ്യം നല്ല ഹ്യൂമേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നൊരു സിനിമ തന്നെയാണ് ഇത്. അതുകൊണ്ട് പലരും ഇപ്പോഴും കേരളത്തിൽ പ്രത്യേകിച്ച് ഈ സിനിമ അധികം അങ്ങോട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദ്യം നിൽക്കുമ്പോഴാണ്
അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് കാണാൻ പോകുന്നതിനിടയിലാണ് കേരളത്തിലും ഇതിനനുസരിച്ചുള്ള ഓഡിയൻസിൻ്റെ വേവും കൂടി വരുന്നത്. സ്വാഭാവികമായിട്ടും സിനിമയ്ക്ക് ആളുകൾ വരുന്നുണ്ട്, തുടർന്ന് അങ്ങോട്ടും അതനുസരിച്ചുള്ളതായിരിക്കും വരാൻ പോകുന്നത്. കാരണം വേറെ മേജർ റിലീസുകളൊന്നും ഇപ്പോൾ വരാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇത്രയും അധികം തിയേറ്റർ റണ്ണും കിട്ടുന്നുണ്ട്, തിയേറ്റേഴ്സും കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സിനിമ കാണണമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷനും കിട്ടുന്നില്ല. അങ്ങനെയെല്ലാം നിൽക്കുന്നുണ്ട്. ഇനി വരണമെങ്കിൽ മാർച്ച് 19 ഇറങ്ങാൻ പോകുന്ന ദുരന്തർ ഒക്കെയാണ് തമിഴ് ഓഡിയൻസിന് കുറച്ചുകൂടെ ഒരു കിക്ക് കിട്ടാൻ പോകുന്ന സിനിമ. സ്വാഭാവികമാണ്. ടോക്സിക് റിലീസ് മാറ്റി വെച്ചിരിക്കുന്നു. ആട് 3 മലയാളികൾക്ക് ഒരു പുതുമ നൽകാൻ പോകുന്ന ഒരു സിനിമ. അങ്ങനെ ആകെ മൊത്തത്തിൽ അത്രയും നാൾ വരെ ഏകദേശം ഇനിയും ഒരാഴ്ചയും കൂടി ഒരു ഫ്രീ റണ്ണ് തായ്ക്കിഴവി കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് കൃത്യമായിട്ട് റിലീസ് ഡേറ്റ് തൊട്ട് അങ്ങോട്ടുള്ള ആഴ്ച വരെയുള്ള ഒരു ക്ലീൻ റൺ കിട്ടാൻ സഹായിക്കുകയും ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.